നമുക്ക് നമസ്കരിക്കുവാൻ ഒരു പള്ളിയുമെല്ലാം നമ്മൾ സ്വപ്നം കണ്ടതിനേക്കാൾ വേഗത്തിൽ പണിതീർത്ത് കിട്ടിയതിന് പിന്നിൽ കുറച്ച് ആൾക്കാരുടെ പ്രയത്നവും കുറെ ദീനി സ്നേഹികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതിനുവേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് ഖബറിലാണ്. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗ പൂന്തോപ്പിന്റെ കവാടങ്ങൾ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ ഓരോ പരിപാടിയും ഭംഗിയാക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് ആളുകൾ മാത്രം അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഉണർത്തുകയാണ്. നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ ഇപ്പോൾ മദ്രസ പഠനം നടത്തുന്നത് പള്ളിയുടെ 4 ഭാഗത്തുമായിട്ടാണ്. മഴ പെയ്താൽ മഴവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, വേനൽക്കാലത്ത് ചൂടിന്റെ പ്രശ്നമുണ്ട്. ചില ദീനി സ്നേഹികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് നമ്മൾ ഒരു 5 സെന്റ് സ്ഥലം അതിന്റെ സമീപത്ത് വാങ്ങിയിട്ടിട്ട് 4 വർഷത്തോളമായി. ആ മദ്രസ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഈ മഹല്ല് നിവാസികൾ ഓരോരുത്തരും എല്ലാ ദിവസവും അവരുടെ മനസ്സിനോട് തന്നെ അത് ഉണർത്തണമെന്നും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പ്രവർത്തിക്കുന്നവർ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വളർന്നു വരുന്ന ഓരോ കുട്ടികളെയും ദീനി സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാലം അതീവ ഗുരുതരാവസ്ഥയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം വരെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അറബൻ അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ 15ഓ 16ഓ വയസ്സാകുമ്പോഴേക്കും അവർ ആരൊക്കെയോ ആയി എന്ന തോന്നലാണ്. അവരോട് കുറച്ച് തെക്കോട്ടും കുറച്ച് വടക്കോട്ടുമെല്ലാം സഞ്ചരിക്കുവാൻ പറയണം. അപ്പോഴാണ് വളർന്നു വരുന്ന ഓരോ ചെറുപ്പക്കാരുടെയും ട്രെൻഡ് അലവലാതിയായി നടക്കുന്നതിലല്ല, പള്ളിയിൽ പോകുന്നതിലും ദീനി സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടക്കുന്നതിലുമാണ് അവരുടെ ഭാവി ജീവിതം തന്നെ എന്ന യാഥാർത്ഥ്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ഓരോ സംരംഭങ്ങളിലും നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ അവരെ ഉപദേശിക്കുകയും ചെയ്യുക. ഈ സ്ഥാപനം നിലനിൽക്കുന്നതിന് വളർന്നു വരുന്ന കുട്ടികളുടെ സഹായം ആവശ്യമാണ്. അവർ വഴിതെറ്റിപ്പോകാതെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ മദ്രസ കെട്ടിടം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.